വെൽക്കം ബാക്ക് ടു അജയൻ പാരൂസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ലാസ്റ്റ് വീഡിയോ, അതായത് ഡുബിയുടെ ട്രാവൽ ബാഗിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു അസൂയ വന്നു. അപ്പോൾ ഞാൻ ഏട്ടയുടെ അടുത്ത് പറഞ്ഞേ എൻ്റെ ബാഗും കൂടെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള പുതിയൊരു ബാഗാണ്. യൂഷ്വലി ഞാൻ സൈഡ് ബാഗാണ് ക്യാരി ചെയ്യാറുള്ളത്, വാനിറ്റി ബാഗ്. ഇതിപ്പോൾ എനിക്കൊരു ആഗ്രഹം 2 സൈഡ് ബാഗ് വേണമെന്നുള്ളത്. അങ്ങനെ വാങ്ങിച്ച ബാഗാണ്. വാഷ് ചെയ്യാൻ പറ്റും. ഇത് കണ്ട, ഇതെല്ലാം ക്ലോത്താണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ കളർ ഉണ്ടാവും. ഇതിപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് ഇതാക്കിയിട്ടാണ് ഈ കളറ്. ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ബാഗാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഇങ്ങനെ തേനീച്ചകളാ തോന്നുന്നു, കുറേ പാറി പോണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. 2 പോക്കറ്റ്സ് ആണുള്ളത്. ഈ പോക്കറ്റിലായിട്ട് ജോൺസൺസിൻ്റെ ഒരു ഹെയർ ഓയിൽ ഉണ്ട്. ഇത് ഡുബിയുടേതല്ല, ഏട്ടായുടേതാണ്. ജോൺസൺസ് എന്ന് കാണുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഏട്ടായുടേതാണ്. പിന്നെ ഇത് നമ്മൾ ലയൂൺ എയർപോർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള മൊറോക്കോൻ്റെ ഒരു സുവനീറാണ്. നമ്മൾ ബഹ്റൈനിലായപ്പോഴും ഒക്കെ ഇത് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി ഇങ്ങനത്തെ എല്ലാ കൺട്രിയിൽ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലത്തത് വാങ്ങിക്കുന്നതായിരിക്കും. പിന്നെ ഇത് എൻ്റെ എയർപോഡ്. അത്രേ ഉള്ളൂ ഈ ഒരു പോക്കറ്റിൽ. പിന്നെ ഈ ഒരു പോക്കറ്റിലായിട്ട് ചെറിയൊരു പൗച്ച് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഡുബിയുടെ ബാഗിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അത് ഞാനിങ്ങോട്ട് എടുത്തു. ഡുബിക്ക് ഇപ്പോൾ അത് ആവശ്യമില്ല. ഇതിൽ കുറച്ച് പൈസ, ഇവിടുത്തെ പൈസയാണ് ഇട്ടത്. ഇവിടുത്തെ പൈസയാണ്. ഇവിടുത്തെ 50-20 ദിനാറ്, ദിർഹം, മൊറോക്കൻ ദിർഹം. ഇവിടുത്തെ പൈസ എന്ന് പറയുന്നത്, ഒരു ദിർഹം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 8 റുപ്പീസാണ് അല്ലേ. 8.5 രൂപയായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇത് കുറച്ച് ചില്ലറ പൈസകൾ, അത് ഞാൻ ഇതിൽ പെറുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ട്രൈപ്പോഡൊക്കെ ആകെ നാശമായി പോയി. ഇവിടുത്തെ ബട്ടനൊക്കെ പോയി. അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ട്രൈപ്പോഡ്. പിന്നെ ഉള്ളത് ഏട്ടായുടെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ. ഇത് കമ്പനി ഫോണാണ്. ഇതിപ്പോൾ സ്വിച്ച് ഓഫ് ആയി, ലീവ് കഴിഞ്ഞ് വന്നാൽ ഓൺ ചെയ്യുള്ളൂ. ഇത് എൻ്റെ സൺഗ്ലാസസിൻ്റെ പൗച്ച്. ഇപ്പം എനിക്ക് റീസെൻ്റ്ലി വന്നിട്ടുള്ളൊരു പ്രാന്താണ് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള സൺഗ്ലാസസ് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോരണതിൻ്റെ 2 ദിവസം മുന്നേ പോയിട്ട് മേടിച്ചതാണ്. ഈ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു യെല്ലോ കളർ സൺഗ്ലാസ് ഉണ്ട്, അതാണ് നാളെ ഞാൻ ഇടാൻ പോണത്. ഇത് വേറൊരു പൗച്ച്. ഇതിൽ എൻ്റെയും ഏട്ടായുടെയും സൺഗ്ലാസ് ഉണ്ട്. ഇത് ഏട്ടായുടെ പൗച്ചായിരുന്നു, ഞാൻ എൻ്റെതും കൂടെ കുത്തിരികി വെച്ചതാണ്. ഇത് ഏട്ടായുടെ സൺഗ്ലാസ്, വേറെ എൻ്റെ ഒരു സൺഗ്ലാസ്. ഇത് രണ്ടും കൂടെ ഞാനിങ്ങനെ കുത്തിത്തിരികി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം വില കുറഞ്ഞതാണ് കേട്ടോ. ഞാൻ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനങ്ങൾ യൂസ് ചെയ്യാറില്ല. നാട്ടിലാണെങ്കിൽ എല്ലാം 100-150, അതിൻ്റെ അപ്പുറം പോകാറില്ല. അത്രയും ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ സൺഗ്ലാസസ് മേടിച്ച് തന്നെ ജസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ഡ്രസ്സിന് മാച്ച് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സ്ഥിരമായിട്ട് ഞാൻ വെക്കൊന്നുമില്ല, ഫോട്ടോ എടുക്കേണ്ട പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ വളരെ ലോക്കൽ പ്രൈസിന് കിട്ടുന്ന സൺഗ്ലാസസും എന്തൊക്കെയാണെങ്കിലും വളരെ ലോക്കൽ പ്രൈസിന് കിട്ടുന്നതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇതില്ലാതെ എനിക്കൊരു ജീവിതമല്ല. ഞാൻ എവിടെ പോകുമ്പോഴും ബാഗിൽ ഈ ഒരു സാധനം ഉണ്ടാവും. ഏട്ടാ എന്നിട്ട് എൻ്റെ അടുത്ത് ചീത്ത പറയും, എന്തിനാ എത്ര അധികം സാധനങ്ങൾ ക്യാരി ചെയ്യുന്നത്, എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവുമല്ലോ കയ്യിൽ, എന്താ ഇതിന് മാത്രം എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയും. അപ്പോൾ ഇതെൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇതിലാണ് എൻ്റെ എല്ലാം. മിയാവും എന്താ ഡിസൈനൊക്കെ ഉണ്ട്, ഇങ്ങോട്ടൊക്കെ വരും. എന്താ ഇത്രയും സാധനങ്ങളുണ്ട്. ഇതൊരു ചീപ്പ്, ഇത് കുറേ കാലമായിട്ടുള്ള ചീപ്പാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ സൺസ്ക്രീൻ ലോഷൻ, ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡഡ് സൺസ്ക്രീൻ ലോഷനാണ്. ബ്രൗൺ ഷെയ്ഡ്, നല്ല ഷെയ്ഡാണത്. ഒരു ന്യൂഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്ക്. ഇതെല്ലാം ലോക്കലാണ്, ലോ പ്രൈസിലുള്ളതാണ്. വില കൂടിയതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഒരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്ക്. ഇത് നമ്മുടെ ദൈഗ ഓർഗാനിക്സിൻ്റെ ലിപ് ബാം. നല്ലതാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടിട്ട് മേടിച്ചതാണ്. നല്ലതാണ് കേട്ടോ. നല്ല അഭിപ്രായമാണ് എനിക്ക്. വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതുണ്ടോ, യൂസ് ചെയ്തത് ഇത്രയായി. നല്ലതാണ്. പിന്നെ ഇതെൻ്റെ ഫൗണ്ടേഷൻ ബ്രഷ്. കുറേ ആയി വാങ്ങിച്ചിട്ട്, 2 വർഷത്തിൻ്റെ മുകളിലായി. ഇടയ്ക്കൊക്കെയാണ് കഴുകാറുള്ളത്, കാരണമാണ് ഇത് ഇങ്ങനെ നാശമായിട്ടിരിക്കുന്നത്. കുറേ ആയി വാഷ് ചെയ്തിട്ട്. ഇത് കോമ്പാക്ട് പൗഡർ ഉണ്ട്. ഇതൊക്കെ ബ്രാൻഡഡ് ഒന്നുമല്ല, ലോ കോസ്റ്റിൻ്റെയാണ്. ഇത് എൻ്റെ സ്കിൻ ടോണിന് മാച്ചായിട്ട് ഒരു ലൈറ്റ് ഇഷ്ടിക കളർ ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ
ഫൗണ്ടേഷനും ഈ കളർ തന്നെയാണ്. നല്ല വൈറ്റിഷ് കളറായിട്ടുള്ള ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡറും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഇട്ടു എന്ന് തോന്നും. അത് തന്നെയാണ് നമ്മുടെ സ്കിൻ ടോണിൻ്റെ കളറിനേക്കാളും ബാക്കിലോട്ടുള്ള ഒരു കളർ ഫൗണ്ടേഷനും കോമ്പാക്റ്റും ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാനൊരു റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഷെയ്ഡ് ചൂസ് ചെയ്തത്. ഇത് ദൈഗ ഓർഗാനിക്സിൻ്റെ തന്നെ അലോവേര ജെല്ല്. ഈ ട്രാവലിന് വേണ്ടിയിട്ട് റെഡി ആയപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഈ ഒരു ട്രാവലിന് വേണ്ടി റെഡി ആയപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ്. ഇത് എനിക്ക് ഇഷ്ടമായിട്ടോ. ചില്ലി റെഡാണ് ഇത്, ചില്ലി റെഡ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതും അതാ. പക്ഷേ ഏട്ടായി പറഞ്ഞത് എൻ്റെ ഫേസിന് ചേരില്ല എന്ന്. ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇടുന്നു എന്നേ ഉള്ളൂ. ഇത് ഈ സൈഡിൽ വൺ സൈഡിൽ ലിപ്സ്റ്റിക്കും ഈ സൈഡിൽ ലിപ്പ് ലൈനറുമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അതുകൊണ്ടോ ഇതും ബ്രാൻഡഡ് ഒന്നുമല്ല, ലോക്കലാണ്. ഇത് പിന്നെ പൊട്ട്. ഞാൻ ചുരിദാർ, ഫ്രോക്ക് അങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഇടുമ്പോൾ ഈ പൊട്ടാണ് ഞാൻ ഇടാറുള്ളത്. ഇത് നാട്ടിൽ നിന്ന് മേടിച്ചതാ. നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് ആകെ ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ പൊട്ടൊന്നും കിട്ടില്ല. ഫുൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് പൊട്ടിടേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ഇത്രയും ആകെ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഉണ്ട്. അപ്പോൾ അതാണിത്. ഇത് പിന്നെ മസ്കാര, വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഇതിട്ട് നല്ലതാണ്. നല്ലപോലെ ലാഷസിന് നല്ല കട്ടി തോന്നുന്നുണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ. ഇത് നമ്മുടെ ഇമൻ റെക്കമെൻഡ് ചെയ്തതാണ് കേട്ടോ, ഈ ഒരു വാട്ടർ പ്രൂഫ് മസ്കാര. ഇമൻ യൂസ് ചെയ്യാറുള്ള ഇതാണ്. പക്ഷേ ഇത് തപ്പിപ്പോയപ്പോൾ എനിക്ക് ഇതും കൂടെ കിട്ടി. അപ്പോൾ ഇതും മസ്കാരയാണ്. 2 മസ്കാരാസാണ് ഇപ്പോൾ എൻ്റെ ബാഗിലുള്ളത്. ഇത് കൺമഷി കാജൽ സ്റ്റിക്കാണ്. ഇത് ഗിൽറ്റഡ് ആണ് കേട്ടോ. ഇതിലൊരു ചെറിയ വൈറ്റ് ഗിൽറ്റഡ് മിക്സ് ആയിട്ടുള്ള ഇതാണ്, കാജൽ സ്റ്റിക്കാണ്. ഇത് ഐബ്രോ പെൻസിൽ പുരിക ഷേപ്പ് ചെയ്യാനുള്ളത്. ഇത് ബ്രഷ് പല്ല് തേക്കാനുള്ളത്. ഇത് പിന്നെ വേറൊരു മസ്കാരയാണ്. ഈ മസ്കാര ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത് പുരികത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഞാൻ പുരികം ഇതാക്കിയിട്ട് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്യാറാണ് പതിവ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കോമ്പാക്ട് പൗഡറിൻ്റെ ബ്രഷാണ്. കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാനാണ്, കോമ്പാക്ട് പൗഡർ ഇടാനാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷനും ബ്ലഷും ഇടാനാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇത് പിന്നെ വേറൊരു ലിപ്സ്റ്റിക്ക്. ഇത് നല്ല റെഡാണ്, ഭയങ്കര ഡീപ്പ് റെഡായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഏട്ടായി മേടിച്ചുകൊണ്ട് വന്നതാണ് ബഹ്റൈനിലുള്ള സമയത്ത്. അപ്പം ഞാൻ ബ്ലഷ് ഇടാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കും. അങ്ങനെയാണ് ഞാൻ ബ്ലഷ് ഇടാറുള്ളത്. ഇത് പിന്നെ ഒരു ഓയിൻമെൻറ്റ്, എൻ്റെ കുരുവിന് വേണ്ടിയിട്ട് പുരട്ടണ ഒരു ഓയിൻമെൻറ്റാണ്. ഇതൊരു ലിപ്പ് ലൈനർ. പിന്നെ ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കമ്മലാണ് ഞാൻ ഈ കമ്മൽ മാറ്റിയിട്ട് ഈ കമ്മൽ മാത്രമാണ് ഇപ്പോൾ ഇടാറുള്ളൂ. 2 കമ്മൽ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഇത്രയാണ് എൻ്റെ ഈ ഒരു പൗച്ചിലുള്ളത്. എവിടെ പോകുമ്പോഴും ഞാനിത് ക്യാരി ചെയ്യാറുണ്ട്. ഒക്കെയാണ് ഞാൻ ഈ ഒരു ബാഗിൽ വെച്ചിട്ടുള്ളത്. എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ ഈ ഒരു ബാഗ് ഉണ്ടാവും. ഈ ബാഗ് ഇല്ലാതില്ലൊരു ജീവിതം എനിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.